അഭിവന്യ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവേ, അഭിവന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവേ, കലരൂപതയുടെ പ്രോട്ടോസ്റ്റന്റ് ജൂലിയൂസ് മോൺസിഞ്ഞോർ ജോസഫ് കടത്തിൽ, മറ്റ് സെന്റ് ജൂലിയൂസുമാരായിട്ടുള്ള ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വേത്താനത്ത്, ജോസഫ് മലയപ്പറമ്പിൽ, ജോസഫ് കണിയോടിക്കൽ അച്ഛന്മാരെ, മറ്റ് ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ, സമർപ്പിതരായ സഹോദരന്മാരെ, അൽമായരായ പ്രിയമുള്ള സഹോദരന്മാരെ, ധ്യാന ശുശ്രൂഷകനായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഡൊമിനിക് വളംനാനച്ച, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് പാലാരൂപതയുടെ 43ാമത് ബൈബിൾ കൺവെൻഷനാണ്. ഈ കൺവെൻഷനിലേക്ക് ഇതിനു മുമ്പും ഞാൻ എത്തിയിട്ടുണ്ട്. തിരുവചനം നിങ്ങളോടൊപ്പം പങ്കുവച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഈ കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന യൂത്ത് കൺവെൻഷനിലും ഞാൻ സംബന്ധിച്ചിരുന്നു. ഈ ഓർമ്മകളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വലിയ കൺവെൻഷൻ്റെ ആരംഭ ദിനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം വചനവ്യാഖ്യാനം നടത്തുന്നതിനും അവസരം നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയും. അതിനായി എന്നെ ക്ഷണിച്ച അഭിവന്യ പിതാവിനോടും ഇതിൻ്റെ സംഘാടകരോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസയരും സദുക്കായരും ഈശോയെ പരീക്ഷിക്കാൻ തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നൊരടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം തെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. അനന്തരം അവനവരെ വിട്ടുപോയി. പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിലെ കാതലായ ഒരു സന്ദേശം കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ നാം മനസ്സിലാക്കണം എന്നാണ്. ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ന് നാം ചിന്തിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥനാ വിഷയമാക്കണം. ഒരുപക്ഷെ അതായിരിക്കാം ഈ ബൈബിൾ കൺവെൻഷനിലുടനീളം നിങ്ങൾ ശ്രവിക്കുവാൻ പോകുന്ന തിരുവചനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ. കാരണം എല്ലാ കാലത്തും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തിരുവചനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ അത് പ്രധാനമായും പ്രവാചകന്മാർ വഴിയാണ് നൽകിയിട്ടുള്ളത്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ വഴി അത് നൽകപ്പെട്ടു. പിന്നീട് അവിടുത്തെ ശുശ്രൂഷകരായിരുന്ന 12 ശ്ലീഹന്മാരും മറ്റു ശിഷ്യന്മാരും ആദിമസഭയിൽ നിയോഗിക്കപ്പെട്ട മറ്റ് മേൽപ്പട്ടക്കാരും വൈദികരുമായിട്ടുള്ളവരും നിർവഹിച്ചു. പിന്നീട് ഇപ്പോൾ നമുക്ക് 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം മാമോദീസ സ്വീകരിക്കുന്ന ഓരോ വിശ്വാസിയും ദൈവവചനം ശ്രവിക്കാനും ധ്യാനിക്കാനും അത് പങ്കുവയ്ക്കുവാനും കടപ്പെട്ടവനാണെന്നുള്ള
ഒരു പഠനം നമുക്ക് ലഭിക്കുന്നുണ്ട്. സഭ ഇന്ന് പ്രബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തിരുവചനത്തിൻ്റെ ജ്ഞാനമാണ്, ആ തിരുവചനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ എപ്രകാരം നിർവഹിക്കണമെന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന് മാത്രം ഈ ആമുഖത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില ചിന്തകൾ മാത്രം. ഒരു അനുഭവം പറയുകയാണ്. ഞാനൊരു വീട്ടിൽ ചെന്നു. അപ്പോൾ ആ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. മക്കൾ രണ്ടുപേരും 2 രാജ്യത്തിലാണ്. മക്കളുടെ മക്കളും അവിടെ. ഇവിടെ നമുക്ക് 4 മണി സമയമായിരുന്നു. അപ്പോഴേക്കും അമ്മച്ചി എന്നോട് പറഞ്ഞു, പിതാവേ, ഞാൻ എൻ്റെ മക്കളോടൊപ്പം പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇത്. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് സാധിക്കുന്നത്? അവർ വിദേശത്തിൽ. അതിൽ ഒരു കുടുംബത്തോട് ഞാൻ 5 മിനിറ്റ് സമയം അവരുടെ സമയമനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു 15 ദിവസം മറ്റേ മകളുടെ കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, ഇത് വളരെ നല്ല ഒരു ക്രമീകരണമാണല്ലോ എന്ന്. ആ 15 മിനിറ്റ് സമയത്തെ ആ അമ്മച്ചിയുടെ പ്രാർത്ഥനയിൽ ഞാൻ കേട്ടിരുന്നു. അമ്മച്ചി ചെയ്യുന്നത് ആദ്യം ത്രികാല ജപം ചൊല്ലും, കർത്താവിൻ്റെ മാലാഖ. പിന്നീട് ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലും. ബൈബിളിൽ നിന്ന് ആ മക്കളിൽ ഒരാളെ കൊണ്ട് ബൈബിൾ വായിക്കും. പിന്നീട് അമ്മച്ചിയുടെ സ്വയം പ്രേരിതമായ ഒരു പ്രാർത്ഥനയുണ്ട്. അവസാനം എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും ചെയ്യും. ഇതവരുടെ ദിവസേനയുള്ള പ്രാർത്ഥനയാണ്. അമ്മ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ഒരാൾ UK-യിലും ഒരാൾ കാനഡയിലും. അവരുടെ സമയമനുസരിച്ച് അമ്മ പ്രാർത്ഥിക്കും. ഇതാണ് കാലഘട്ടത്തിൻ്റെ സൂചന കണക്കിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ അനുഭവം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. വേറൊരു കുടുംബത്തിൻ്റെ ഈ അനുഭവം ഞാൻ പറഞ്ഞ സന്ദർഭത്തിൽ വേറൊരു കുടുംബം പറഞ്ഞത്, ഞങ്ങളുടെ കുട്ടികളെ ഫോണിലൂടെ വിശ്വാസ പരിശീലനം കൊടുക്കുന്നുണ്ട് എന്ന്. അവർ പ്രബുദ്ധരായ മാതാപിതാക്കളാണ്. സ്കൂളുകളിൽ നിന്ന് റിട്ടയർ ചെയ്തവർ. അവരുടെ മക്കൾ വിദേശത്താണ്. ആ മക്കളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ വിശ്വാസ പരിശീലനം കൊടുക്കുന്നത്. അത് 1-2 കാര്യങ്ങളെ പ്രത്യേകമായിട്ട് പറയത്തുള്ളൂ. പിന്നെ അവരോട് ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് എല്ലാം ഉണ്ട് വിശേഷങ്ങൾ, നിങ്ങളെങ്ങനെ പള്ളിയിൽ പോയിരുന്നോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ കോഴ്സ് ഫോണിലൂടെ അവർ നിർവഹിക്കും. എന്തോ ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ സൂചനയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ലോക ജനത അവരുടെ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ തങ്ങിക്കൂടുകയല്ല ചെയ്യുന്നത്. മറ്റു പല രാജ്യങ്ങളിലേക്കും കടന്നു ചെല്ലുന്നുണ്ട്. കുടിയേറുന്നു, ജോലിക്കായിട്ട്, പഠനത്തിനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി ഒക്കെ. അങ്ങനെ നിരന്തരം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. നാം വിചാരിച്ചിരുന്നത് ഭൂമി മാത്രമേ സൂര്യന് ചുറ്റും കറങ്ങുന്നുള്ളൂ എന്ന്. എന്നാൽ ഭൂമിയോടൊപ്പം മനുഷ്യരും ഭൂമിക്കുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭൂമിയോടൊപ്പം കറങ്ങുക എന്നുള്ളതല്ല, ഭൂമിക്കുള്ളിൽ നമ്മൾ മനുഷ്യരായിട്ടുള്ള ഒരു സമൂഹം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വലിയ നഗരത്തിൽ ചെന്നാൽ അവിടെ ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാം. ഇതുപോലെ തന്നെയാണ് ലോകത്തിൽ മനുഷ്യ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളിലും ഭാഷകളിലും ഒക്കെ തഴങ്ങി ജീവിക്കുന്ന ആളുകൾ ഇന്ന് പല രാജ്യങ്ങളിലായിട്ട് അവരുടെ മതവിശ്വാസവും അവരുടെ സംസ്കാരവും അവരുടേതായ ജീവിത ശൈലികളും എല്ലാം അനുവർത്തിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ സഫലങ്ങളും സംഘർഷങ്ങളും സംഘടനകളും ഒക്കെ നാം കാണുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ. പക്ഷെ ഇതൊരു വസ്തുതയാണ്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സൂചനയാണ്.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിൽ സംഭവിച്ചതിൻ്റെ ഒരു തുടർക്കഥയെന്ന് മാത്രമേ ഉള്ളൂ. ഈശോ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നെങ്കിലും അധികം താമസിയാതെ ഈജിപ്തിലേക്ക് ഒളിച്ചു പോകേണ്ടി വന്നു. ഈജിപ്തിൽ കുറച്ച് നാൾ താമസിച്ചിരുന്നിരിക്കണം. പിന്നീട് തിരിച്ചു വന്നപ്പോൾ ജെറൂസലേമിലേക്കാണ് വന്നതെങ്കിലും അവിടെ തങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഹെരോദേസിന്റെ പിന്തലപ്രക്കാരനായിട്ട് അർക്കലാവോസാണ് അവിടെ ഭരിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് നസ്രത്തിലേക്ക്. അങ്ങനെ നസ്രായനായി. പക്ഷെ നസ്രായനായി 30 വർഷം കഴിഞ്ഞപ്പോൾ യോർദാനിൽ മാമോദീസ മുങ്ങി യൂദയായാലും സമറിയായാലും ഗലീലയിലുമായിട്ട് തൻ്റെ ജീവിതകാലം നിർവഹിച്ചു. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിൽ മുഴുവൻ യാത്ര ചെയ്തു. അന്നത്തെ യാത്രാ സൗകര്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ ജീവിതം ഇതുപോലെ തന്നെ എപ്പോഴും നീങ്ങിക്കൊണ്ടിരുന്നതാണ്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്. ഇസ്രായേൽ ജനത്തിന്റെ കഥയെടുത്താലും അത് തന്നെയാണ്. അബ്രാഹാം മുതൽ തുടങ്ങിയതാണ് ഈ പലായനം. പിന്നീട് ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിവാസം, അതുപോലെ തന്നെ പിന്നീട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് രാജാക്കന്മാരുടെ കീഴിലുള്ള വാഴ്ച. അതൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പലായനമാണ് ഇസ്രായേൽക്കാരുടെ. അതുതന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കർത്താവിന് ശേഷമുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ. ലോകജനത മുഴുവൻ ഇങ്ങനെ സഞ്ചാരത്തിലാണെന്ന് വരികിൽ നാം എല്ലാവരും വിശ്വാസികൾ എന്നുള്ള നിലയിലും സഭയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ ഇന്ന് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ലോകത്തിന്റെ എവിടെയെങ്കിലുമൊക്കെ ആയി. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ കാലത്തിന്റെ സൂചന കണക്കിലെടുത്തോളൂ. ഇത് നമുക്ക് തിരിച്ചു പിടിക്കാനൊന്നും അത്ര എളുപ്പമല്ല. മഹാത്മാഗാന്ധിജി പറഞ്ഞു, ഞാൻ ലോക പൗരനാണ്. അന്ന് എല്ലാവർക്കും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം പിടികിട്ടിയില്ല. ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്ലേശങ്ങൾ സഹിച്ച് സമരം നടത്തുന്നവനുമായിട്ടുള്ള മഹാത്മാഗാന്ധി എപ്രകാരമാണ് ലോക പൗരനാകുന്നതെന്ന് ഒരു പക്ഷേ അന്നത്തെ ആളുകൾ ചിന്തിച്ചിട്ടും ഉണ്ടാവും. എന്നാൽ പിന്നീട് ഇപ്പം നമുക്കറിയാം, അക്ഷരാർത്ഥത്തിൽ നാം എല്ലാവരും ലോക പൗരന്മാരാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിടത്ത് ഒടുങ്ങിപ്പോകാൻ സാധിക്കുകയില്ല. പാലാ രൂപതയുടെ പ്രവിശ്യകളിൽ, മീനച്ചിലാറിൻ്റെ ആ പ്രദേശങ്ങളിൽ തങ്ങിക്കൂടിയിരുന്ന വിശ്വാസികളുടെ സമൂഹം എല്ലാവരും ഇന്നിവിടെ ഉണ്ടോ? ഇപ്പോൾ ജനിക്കുന്നവരും അധികം താമസിയാതെ ഇവിടെ നിന്ന് തലമുട്ട് പോവില്ലേ? പോകും. കാരണം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആഗോളവൽക്കരണം, അതുപോലെ തന്നെ ജോലി സാധ്യതകളുടേതായിട്ടുള്ള ആ സംലഭ്യതകൾ അത് ലോകമെമ്പാടുമുണ്ട്. അതെല്ലാം മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിരന്തരമായ സഞ്ചാരത്തിന്, ഈ നിരന്തരമായ സ്ഥലം മാറ്റങ്ങൾ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ സൂചന നാം കണക്കിലെടുക്കണം. കാലഘട്ടത്തിൻ്റെ സൂചന എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച്, വിശ്വാസ പരിശീലനം നടത്തുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് വരികില്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നാം എവിടെയായിരുന്നാലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെതായ കഥകൾ നമ്മൾ പങ്കുവയ്ക്കും. നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവെച്ച് സമാശ്വസിക്കണം. നമ്മുടേതായ ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവരോട് ചേർന്ന് നിറവേറ്റിക്കൊണ്ട് സഭയെയും സമൂഹത്തെയും നമ്മൾ പുരോഗതിയിലേക്ക് നയിക്കണം. ഈ ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഇത് തന്നെയാണ് കർത്താവ് 12 ശ്രീഹന്മാരെ ഭരമേൽപ്പിച്ചത്. നിങ്ങൾ ലോകമെങ്ങും പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ നൽകി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം അനുഷ്ഠിക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കുകയും എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകാരമുള്ള ഒരു പ്രബോധനത്തിൻ്റെയും മാമോദീസ സ്വീകരണത്തിൻ്റെയും മിശിഹായ്ക്ക് കൊടുക്കേണ്ട സാക്ഷ്യത്തിൻ്റെതുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതാണ്. ലോകമൊന്നും പോകാനുള്ള ഒരുപക്ഷെ 12 പേരോട് പറഞ്ഞതുകൊണ്ട് 12 പേര് മാത്രമാണെന്ന് നിർവഹിക്കണമെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായി. കർത്താവ് ഈ 12 പേരെ പരിമേൽപ്പിച്ച ദൗത്യം ഇന്ന് സഭാ സമൂഹത്തിന്റെ മുഴുവൻ ഓരോ വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും കടമയായി തീർന്നിരിക്കുകയാണ്.
ഇത് ഔദ്യോഗികമായിട്ട് ഏറ്റെടുക്കുന്നവരാണ് മെത്രാന്മാരും വൈദികരും സമർപ്പിതരുമായിട്ടുള്ളവര്, ആത്മായ പ്രേക്ഷിതരായിട്ടുള്ളവരെന്ന് നമുക്കറിയാം. ഇന്ന് ആത്മാരായിട്ടുള്ള പ്രേക്ഷിതര് ഭാരതത്തിനും പുറത്തുമൊക്കെ എല്ലാ സഭകളിൽ നിന്നും, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ നിന്ന് പോകുന്നവരെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ തന്നെ അഗതികളായിട്ടുള്ള ആകാശപ്രവണമായിട്ടുള്ള ആളുകളെ സമാഹരിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള സംരക്ഷണം നൽകിക്കൊണ്ട് യഥാർത്ഥമായ ക്രൈസ്തവ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സാക്ഷ്യം നിർവഹിക്കുന്ന നല്ല കത്തോലിക്ക ആത്മായ സഹോദരി സഹോദരന്മാരെ നമുക്ക് കാണാം. അപ്പൊ ഇതെല്ലാം വരുന്നത് കാലഘട്ടത്തിന്റെ സൂചന അനുസരിച്ചാണ് ആയിരിക്കണം. അപ്പോൾ മാറുന്ന സാഹചര്യങ്ങൾക്ക് ഒത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് നാം പറഞ്ഞാണ് സദുക്കാരുടെയും ഫരിസേയരുടെയും ചോദ്യത്തിന് ഉത്തരമായിട്ട് കർത്താവ് പറഞ്ഞ ആ വചനം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കാലഘട്ടത്തിൻ്റെ സൂചനകൾ നിങ്ങൾ കണക്കിലെടുക്കണം എന്നുള്ളത്. കർത്താവ് 72 ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ ലൂക്ക എഴുതിയ സുവിശേഷം. മറ്റു സുവിശേഷങ്ങളിൽ 12 വരെ അയക്കുന്നതാണ് വിവരിച്ചിരിക്കുന്നതെങ്കിൽ ലൂക്ക 72 വരെ അയക്കുന്നതും പറയുന്നു. ഈ 72 പേര് സുവിശേഷം പ്രസംഗിച്ച് രോഗികളെ സുഖപ്പെടുത്തി എല്ലാം വിശ്വാസികളെ ബഹിഷ്കരിച്ചൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു എന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിമതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും ഇതേ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് സന്തോഷിക്കും. ആ സമയം തന്നെ ഇങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾ അഹങ്കരിക്കാനുള്ളവരല്ല, പിശാചുകൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് സന്തോഷിക്കും. യോനായുടെ അടയാളത്തെ കുറിച്ച് ആരംഭത്തിൽ പറഞ്ഞിരുന്നുവല്ലോ. ഇത് തന്നെയാണ് യോനായുടെ അടയാളം. കർത്താവ് ജീവിച്ചു മരിച്ച് ഉത്ഥാനം ചെയ്തത് 3-ാം ദിവസം ഉയർത്തതുപോലെ അതാണ് യോനായുടെ അടയാളം. നാം കർത്താവിനോട് ഉയർപ്പിക്കപ്പെടാനുള്ളവരാണ്, അവിടുത്തെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ളവരാണെന്നുള്ളത് ഓർത്ത് സന്തോഷിക്കും. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചവൻ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവമേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അതെ, നാം വിചാരിക്കുന്നത് പോലെ പണ്ഡിതർക്കും അല്ലെങ്കിൽ അതിബുദ്ധിമാന്മാർക്കുമൊക്കെയുമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒന്ന് അല്ല, അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒന്നല്ല ദൈവത്തിന്റെ വചനത്തിന്റെ രഹസ്യം. ദൈവത്തിന്റെ വചനം ആദ്യം മുതലേ ദൈവത്തിൽ ഉണ്ടായിരുന്നതാണ്, ദൈവത്തോടൊപ്പമായിരുന്നതാണ്. ദൈവമാണ് ആ വചനം. ആ വചനമാണ് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്, നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചിരിക്കുന്നത്. അപ്പോൾ നാം എവിടെയൊക്കെ കൂടുന്നോ അവിടെയൊക്കെ ദൈവത്തിന്റെ കൂടാരമാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ വചനം മാംസമായി വസിച്ചതുപോലെ ദൈവത്തിന്റെ വചനം കൂടാരമടിക്കുന്നിടമാണ് നമ്മുടെ വീടുകള്, നമ്മുടെ ഇടവകകളെ, നമ്മുടെ രൂപതകളെ, നമ്മുടെ സഭ മുഴുവനും. ഇതുപോലുള്ള സമ്മേളനങ്ങളിലും ദൈവം വന്ന് കൂടാരമടിക്കുകയാണ്. കർത്താവായ യേശു മിശിഹ അവിടുത്തെ ആത്മാവിൽ ഇവിടെ കൂടാരമടിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ ആത്മാവിൽ നമ്മളോട് സംസാരിക്കുകയാണ്. വചനം മാംസമായ അതേ വചനം ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ്. അന്ന് 3 വർഷക്കാലം അന്നത്തെ പാലസ്തീനായി പ്രസംഗിച്ച അതേ വചനം ഇപ്പോൾ ഇതാ നമുക്കായിട്ട് പ്രഘോഷിക്കപ്പെടുന്നു. ഈശോ തന്നെ വന്ന് അവിടുത്തെ ശുശ്രൂഷകരിലൂടെ ആത്മാവിൽ ആനന്ദിച്ച് അവിടുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വചനം നൽകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വചനം അത് നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കേണ്ടതല്ല, ദൈവം നൽകുന്ന വെളിപാടിന്റെ വെളിച്ചത്തിൽ അളക്കേണ്ടതാണ്. ഒരു അമ്മൂമ്മയുടെ കഥയുണ്ട്. വല്യമ്മച്ചി നാണയങ്ങൾ വിളിച്ചിരുന്നത് എൻ്റെ സ്വന്തം വല്യമ്മച്ചിയല്ല, അയൽവശത്തുള്ള വല്യമ്മച്ചിയാണ്. ഞാൻ ഷമ്മാസനായിരുന്ന കാലത്ത് ഈ വല്യമ്മച്ചിയെ കാണുന്നത്. വല്യമ്മച്ചി പ്രായാധിക്യത്തിലാണ്. അത്ര വലിയ സമ്പന്ന കുടുംബമൊന്നുമല്ല. ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്, ഇല്ലായ്മയുടേതായ അനുഭവങ്ങളും ഒക്കെ ഉണ്ട്.
എങ്കിലും വലിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവളാണ്, പ്രാർത്ഥിക്കുന്നവളാണ്, ദൈവത്തെ കാത്തിരിക്കുന്നവളാണ്, എലീശ പുണ്യവതിയെ പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എങ്ങനെയുണ്ട്, സന്തോഷമാണോ, പ്രയാസം അനുഭവം ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല മോനെ, എനിക്കൊരു കാര്യം മോനോട് പറയാനുള്ളത്, ദൈവം തമ്പുരാൻ ജീവന്റെ പുസ്തകം മറിച്ചപ്പോൾ എൻ്റെ പേരുള്ള താളം മറിഞ്ഞു. അതുകൊണ്ട് ഇക്കൊല്ലം ഇനി എന്നെ വിളിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ആദ്യം മുതലേ മറിച്ച് വരുമ്പോഴായിരിക്കും എന്നെ വിളിക്കുന്നത്. എനിക്ക് വാസ്തവത്തിൽ അതൊരു തമാശ പോലെയാണ് തോന്നിയത്. പക്ഷെ അമ്മച്ചി ഒരു വലിയ സത്യമാണ്. പിന്നീട് ഞാൻ വൈദികനായി കഴിഞ്ഞ് POCയിൽ വെളിപാട് പുസ്തകം പഠിപ്പിച്ച സന്ദർഭത്തിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഈ ജീവന്റെ പുസ്തകം വെളിപാട് പുസ്തകത്തിലുണ്ട്. അന്ന് ആ അമ്മച്ചി പറഞ്ഞ വെളിപാട് അല്ലെങ്കിൽ പിന്നെ ജീവന്റെ പുസ്തകത്തെ കുറിച്ചുള്ള അനുഭവം വാസ്തവത്തിൽ ഞാൻ പഠിപ്പിക്കുന്നത് തന്നെയാണല്ലോ എന്നെനിക്ക് തോന്നിപ്പോയി. നോക്കുക, നിരക്ഷരയായ ഒരു വല്യമ്മച്ചി പറയുകയാണ്, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിരുന്നത് കർത്താവ് ആളുകൾ മറിച്ചപ്പോൾ മറിഞ്ഞുപോയി, ഇനി ആ പുസ്തകത്തിൽ നിന്ന് എന്നെ പേര് വിളിക്കുന്നു. ആ അമ്മച്ചിക്ക് വലിയ പ്രതീക്ഷയാണ്, എന്നെ കർത്താവ് വിളിക്കും, കർത്താവിലേക്ക് പോകാനായിട്ട് എനിക്ക് സാധിക്കണം എന്നുള്ള ആ നിലയിൽ അമ്മച്ചി പ്രാർത്ഥിക്കും. ഇതുപോലുള്ള എത്രയോ വിനീതരായിട്ടുള്ള എളിയവരായിട്ടുള്ള മനുഷ്യർക്ക് ആ കർത്താവിൻ്റെ വെളിപാടിൻ്റെ ആന്തരാർത്ഥങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നു. അവർക്ക് സ്വമേധയാ വെളിപ്പെട്ട് കിട്ടുകയാണ്. ആത്മാവിൽ വ്യാപരിക്കുന്നവർക്ക് ദൈവവചനത്തിൻ്റെ ആഴമായ അർത്ഥങ്ങൾ അവർക്ക് ആവശ്യമായ രീതിയിൽ വെളിപ്പെട്ട് കിട്ടും. കാലഘട്ടത്തിൻ്റെ സൂചനകൾക്കനുസരിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞ ഉദാഹരണത്തിലെ രണ്ടമ്മച്ചിമാരും അവിടുത്തെ വികാരിച്ചു പറഞ്ഞിട്ടോ മെത്രാൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല കാര്യം ചെയ്യുന്നത്. അവർ തന്നെ കണ്ടുപിടിച്ചതാണ് കാലഘട്ടത്തിന്റെ സൂചന അനുസരിച്ച് എപ്രകാരം വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കും എന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, വചനം ഇന്ന് പ്രപഞ്ചവ്യാപകമാണ്. പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ അനുഭവം. അത് നാം ഇപ്പോൾ ഇങ്ങനെ പ്രഘോഷിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ മാത്രമല്ല, വചനം പ്രവർത്തന നിരതമാണ്. മനുഷ്യവചനങ്ങളിലൂടെയും മനുഷ്യ പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തിന്റെ വചനം പ്രവർത്തന നിരതമാണ്. ആ വചനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവര് അതിൻ്റെതായ സൽഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെതായ സൽഫലങ്ങളെ കുറിച്ചാണ് പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ പറയുന്ന ആ 12 സൽഫലങ്ങൾ. പൗലോസ് പറഞ്ഞിരിക്കുന്ന 9 സൽഫലങ്ങളാണ്. പിന്നീട് സഭ കൂട്ടിച്ചേർത്ത് 3 സൽഫലങ്ങൾ കൂട്ടിയുണ്ട്. പൗലോസിൽ എഴുതിയിരിക്കുന്ന സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. അപ്പോൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ശരിയായ അർത്ഥത്തിലുള്ള വചനത്തിന്റെ ഒരു പ്രഘോഷണമാണ്. അഷ്ടഭാഗ്യങ്ങളിൽ കർത്താവ് പറയുന്നത് വ്യത്യസ്തമല്ല. അത് വചനത്തിന്റെ ഒരു വലിയ വ്യാഖ്യാനം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരാണ്. ഞാൻ പറഞ്ഞ വല്യമ്മച്ചിയെ പോലെയുള്ള ദരിദ്രർ ഭാഗ്യവാന്മാരാണ്. പണ്ഡിതൻ മന്യന്മാർക്കല്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതരെന്ന് സ്വയം ഭാവിക്കുന്നവർക്കല്ല ദൈവരാജ്യം വെളിപ്പെട്ട് കിട്ടുന്നത് എളിയവർക്കാണ്. എനിക്ക് എത്രമാത്രം ജ്ഞാനമുണ്ടെങ്കിലും എത്രമാത്രം ബുദ്ധിമതിയോ ആണ് ഞാൻ ഇന്ന് വരികയും എനിക്ക് ദൈവത്തിന്റെ വചനത്തിൻ്റെതായ ആഴം ഗ്രഹിക്കാനുള്ള ആ വിനയത്തോടുകൂടി ഞാൻ വചനം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞ വചനങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഒന്നുമില്ല എനിക്കെന്ന് ചിന്തിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രർ. വാസ്തവം അതല്ലേ? നാം എല്ലാവരും എന്തെങ്കിലും കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. നാം തീരുമാനമെടുത്താണ് നാം ഈ ഭൂമിയിൽ ജനിച്ചത് അല്ല. ദൈവം നമ്മളെ കൊണ്ടുവന്നു. പൗലോസ് അരയോപാകത്തിൽ വെച്ച പ്രസംഗത്തിൽ പറയുന്നത് പോലെ നാം ദൈവത്തിലായിരിക്കുന്നു, ചരിക്കുന്നു, ജീവിക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ അവസ്ഥ ദൈവനിശ്ചിതമാണ്, ദൈവത്താൽ കൽപ്പിതമാണ്. ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ചാണ് സൃഷ്ടിയിൽ നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ പദ്ധതി അനുസരിച്ചാണ് മിശിഹായിൽ നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. അവിടുത്തെ പദ്ധതി അനുസരിച്ചാണ് ആത്മാവിൽ നമ്മളെ തന്നിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്രകാരമുള്ള ത്രിയേക ദൈവത്തിൻ്റെതായ ഒരു പ്രവർത്തനത്താൽ മുഖരിതമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അങ്ങനെയുള്ള വ്യാപകമായ ഒരു വചന സാന്നിധ്യത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ വിനീതരാകുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ സൃഷ്ടിയല്ല,
ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, എൻ്റെ സഹോദരങ്ങൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ ഒരു ചിന്തയിൽ നിന്ന് നമുക്കൊരു വിശ്വസാഹോദര്യം ലഭിക്കുകയാണ്, ഒരു മനുഷ്യ സാഹോദരി, എല്ലാവരെയും പൊതുവായി കാണുന്ന സ്നേഹിക്കുന്ന ഒരു ചൈതന്യം. അതിനെതിരായിട്ടുള്ള സ്പർദ്ധയും കലഹവും കാലുഷ്യവും ഒക്കെ ലോകത്തിലുണ്ട്. അത് തിന്മയുടെ പ്രവർത്തനങ്ങളാണ്. എന്നാൽ അതിനെ അതിജീവിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാക്ഷ്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ക്രൈസ്തവർ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരാകുന്നു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. ഇത് ഇന്നത്തെ ലോകം സമ്മതിക്കുമോ? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരാകും. എങ്ങനെയാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരാകും? അവർ കഷ്ടപ്പെടുന്നവർ, അവർ ദൗർഭാഗ്യവാന്മാരാണ്. എന്തൊരു ദുസ്ഥിതിയാണ് എൻ്റെതെന്നാണ് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, നിങ്ങൾ വിലപിക്കുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാകും. കാരണം നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. നിങ്ങൾ വിലപിച്ചാലല്ലേ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയോ ക്ലേശിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലേശം, നിങ്ങളുടെ ദുഃഖം അത് സന്തോഷമായി മാറും. വിലപിക്കും, നിങ്ങൾ ആശ്വസിപ്പിക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാരാണ്. ശാന്തതയോടെ ഇരിക്കുന്നതാണോ ഇന്നത്തെ ലോകം? ഇന്നത്തെ ലോകം, അല്ലെങ്കിൽ നാം കാണുന്ന ലോകം, ശാന്തതയ്ക്ക് വിരുദ്ധമായിട്ട് അനീതി, അഴിമതി, അക്രമം, കലഹം, മാത്സര്യം ഇതെല്ലാം കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തോടാണ് കർത്താവായ ഈശോ അഷ്ടഭാഗ്യങ്ങളിൽ പറയുന്നത് ശാന്തശീലർ ഭാഗ്യവാന്മാർ. നല്ല ഒരു ഭൂമി കൈവശമാണ്. ഭൂമി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ചെറിയ ഭൂമികളും എസ്റ്റേറ്റുകളും ഒക്കെയാണ് ചിന്തിക്കുന്നത്. അതല്ല, നമുക്ക് എസ്റ്റേറ്റുകൾ ലഭിക്കുമെന്നല്ല കർത്താവ് പറയുന്നത്. കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന ഭൂമി നമുക്ക് ലഭിക്കും. അതേതാണ്? ഇസ്രായേൽക്കാർക്ക് കാനാൻ നാടായിരുന്നു. ആ കാനാൻ നാട് ദൈവരാജ്യത്തിന്റെ പ്രതീകമായിരുന്നു. ആ ദൈവരാജ്യത്തിന്റെ അനുഭവം ഈ ലോകത്തിലും പരലോകത്തിലും ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ വചനം അപ്രകാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു വചനത്തിന്റെ അർത്ഥം നാം ഗ്രഹിക്കുക, ഭൂമി കൈവശം. പിന്നീട് കർത്താവ് പറയും, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. കരുണയുടെ ഒരു ശൃംഖലയാണ് മനുഷ്യന്റെ നന്മയുടേതായ ലോകം. മനുഷ്യന്റെ നന്മയുടേതായ ലോകം സഭയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഒരു നല്ല ശതമാനം പ്രവർത്തിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളും നിങ്ങളെ പോലുള്ളവരും നമ്മുടെ സഭയിലെ, നമ്മുടെ രൂപതയിലെ ഒക്കെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ശൃംഖല ഒന്ന് പരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ചെയ്യുന്ന കരുണയ്ക്ക് പകരമായി നമുക്ക് കരുണ ലഭിക്കും എന്നുള്ള വചനത്തിന്റെ അർത്ഥം. നാം കാരുണ്യം കൊടുക്കുമ്പോൾ പരസ്പരം നമ്മൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ നീതി എന്ന് പറയുന്നത് ഒരുവൻ അർഹമായത് കൊടുക്കുന്ന ആ ലൗകിക നീതി മാത്രമല്ല, പിന്നെയോ അതിലുപരിയാണ് ദൈവത്തിന്റെ നീതി നമ്മൾ നടക്കുന്ന, മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊടുക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തിന്റെ നീതി അത് നമ്മുടെ വിശുദ്ധിയാണ്. അതിനുവേണ്ടി ക്ലേശിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ആവശ്യമില്ലാതെ, ഉദർത്തങ്ങളില്ലാതെ, മറ്റുള്ളവരെ വശീകരിച്ച് വീഴ്ത്താതെ, പിന്നെയോ മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നവർ, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണും. അവർ നേരിട്ട് കണ്ടു കഴിഞ്ഞു, ഈ ലോകത്തിൽ വെച്ച് തന്നെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ എത്രയോ വിശുദ്ധാത്മാക്കൾ കാണുന്നു. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ 18-ാം തീയതി ഇന്നലെ ദേവപാപ്പ നമ്മുടെ ഒരു സഭാതനയനെ, സഭാ ശുശ്രൂഷകൻ മനുഷ്യൻ ജോസഫ് തമ്മിക്കാരൻ അച്ഛനെ ധന്യനായിട്ട് പ്രഖ്യാപിച്ചു. ധന്യനും വാഴ്ത്തപ്പെട്ടവരും വിശ്വസിനുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പാല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരായിട്ട് തീരുന്ന അനുഭവം നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. അത് നമുക്കുണ്ടായിരിക്കണം. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കാരണം നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അങ്ങനെ അവർ പീഡിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ഹൃദയഭാഗത്തെ നിങ്ങൾക്ക്. പിന്നൊരു വചനമുണ്ട്, സമാധാനം സംസ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. കാരണം എന്താണ്? ദൈവത്തിന്റെ ഏകജാതനായ കർത്താവ് യേശു മിശിഹ മനുഷ്യനായി സ്ഥാപിച്ചത് സമാധാനമാണ്. അവിടുന്ന് മരിച്ചുദ്ധാനം ചെയ്തതിന് ശേഷം നമ്മുടെ അൽഫോൻസാമയെ പോലെ ഒരു വിശുദ്ധിയാകാൻ പറ്റില്ല. പ്രത്യേകിച്ചന്മാരായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്കും വൈദികർക്കും, പക്ഷേ സന്യാസിനികൾക്ക് ഒരു പക്ഷേ കുറച്ചൊക്കെ പൊതുവായി.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ നമ്മുടെ വിശുദ്ധി സമ്പാദിക്കണം. അതാണ് കാലഘട്ടത്തിന്റെ സൂചന, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ സൂചന, നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം, നാം ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ ആ വചന വ്യാഖ്യാനത്തിന് ആത്മാവിനെ പ്രേരിതരായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് ദൈവവചനം ഹൃദയസ്ഥമാണ്. ആ ദൈവവചനത്തിന്റെ ആഴമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ട സഹോദരങ്ങളെ. ഇതൊരു ഉദ്ഘാടന പ്രഭാഷണം മാത്രമാണ്. വളംനാനച്ഛൻ എത്തിയിട്ടുണ്ട്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ അഭിമന്യ മാർ ജോസഫ് കലറങ്ങാട്ട് പിതാവ് സഹജമായ തൻ്റെ ജ്ഞാനത്തിനും ഈ തിരുവചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾക്കായിട്ട് നൽകും. അധ്യക്ഷ പ്രസംഗം നടത്തും. രണ്ട് പിതാക്കന്മാരും വന്നതിലുള്ള ആ ഒരു വലിയ സംതൃപ്തിയും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. പള്ളിക്കപ്പുറം പിതാവിൻ്റെ ഈ സാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പിതാവിന് ആരോഗ്യം പൂർണ്ണമാണ്, അതുകൊണ്ടാണല്ലോ വരുന്നത്. പക്ഷെ എങ്കിലും ഈ പ്രായത്തിലും പിതാവ് അതിന് സന്നദ്ധനാണ്. അത് ആത്മാവിൻ്റെ പ്രചോദനമാണ്. അല്ലെങ്കിൽ അവിടെ സുഖമായിട്ട് കവറിങ്ങാട്ട് പിതാവ് സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളോടും കൂടി നല്ല ഭക്ഷണവും നല്ല പ്രാർത്ഥനയും ഒക്കെ ഒതുക്കിപ്പെടാമേ. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് വചനം കേട്ട് നിങ്ങളോടൊപ്പം പിതാവ് സ്നേഹിച്ചതും നയിച്ചതുമായിട്ടുള്ള ഒരു സഭാ സമൂഹത്തോടൊപ്പം എൻ്റെ വചനാനുഭവം കൂടുതൽ ശക്തമാക്കുന്നതിനും അതുപോലെ തന്നെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയാണ് പിതാവ് വന്നിരിക്കുന്നത്. ഇത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സമീപനമാണ്. നാം ഒരിക്കലും പൂർണ്ണരാകുന്നില്ല. നാം ഒരിക്കലും ഒന്നും ആവശ്യമില്ലാത്തവരാകുന്നില്ല. നാം എന്നും ആവശ്യക്കാരാണ്. ദൈവസന്നിധിയിൽ നിന്ന് കൃപ നമുക്ക് ലഭിക്കുന്നില്ല എന്ന വരിയിൽ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് കൃപ ലഭിക്കാൻ വേണ്ടി വിനീത ഹൃദയരായിട്ട് ഹൃദയപൂർവ്വം നമ്മളെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മറ്റുള്ളവരോടൊപ്പം അവിടുത്തെ സ്നേഹത്തിനും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകളോടുകൂടെ ഞാൻ നമ്മുടെ ഈ ബൈബിൾ 43ാമത് ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഈശോയുടെ ഈ വാക്കുകളെ അനുസ്മരിച്ച് ഇപ്പോൾ തിരിതെളിച്ച് നമ്മുടെ 43ാമത് ബൈബിൾ കൺവെൻഷൻ അഭിവന്യ മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവ് ഉദ്ഘാടനം ചെയ്യുന്നു. കർദിനാൾ ആലഞ്ചേരി പിതാവിന് നന്ദി അറിയിക്കുന്നു.